ഫാസിൽ സംവിധാനം ചെയ്ത് മോഹൻലാലും നദിയ മൊയ്തുവും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് നോക്കത്താ ദൂരത്ത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ തുടക്കം മുതൽ റിലീസിനെത്തിയപ്പോൾ വരെ ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ആലപ്പി അഷ്റഫ്. നദിയ മൊയ്തു എന്ന പുതുമുഖ നടിയാണ് ഈ സിനിമയിൽ നായികയായി അഭിനയിച്ചത്. നദിയ മൊയ്തുവിനെ കണ്ടെത്തുന്നത് കല്യാണ കാസറ്റിലൂടെയാണ്. ഡൽഹിയിൽ നടന്ന ഒരു കല്യാണ പരിപാടിയിൽ നദിയയുടെ സ്മാർട്ട്നെസ് കണ്ടിട്ടാണ് നായികയായി സിനിമയിലേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി. ഇടയ്ക്ക് നമ്പ്യാർ സാർ എന്നൊരു നിർമ്മാതാവ് ഉണ്ടായിരുന്നു. ചിത്രത്തിൽ പുതുമുഖ നടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് അവരെ കാണാനായി നമ്പ്യാർ സാർ സിനിമയുടെ ലൊക്കേഷനിലെത്തി. അവിടെ വെച്ച് നദിയെ കണ്ടതോടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ചുണ്ടു കൊള്ളില്ല, ചിരി പോരാ എന്നൊക്കെ അദ്ദേഹം പോയി പലയിടത്തും പറഞ്ഞു. ഒടുവിൽ സിനിമ തിയേറ്ററുകളിൽ റിലീസിനെത്തി. നിർമ്മാതാക്കളിൽ ഒരാളായ ഔസേപ്പച്ചൻ സിനിമ കാണാൻ ആദ്യ ദിവസം തന്നെ പോയി. 12 പേരെ ആ സിനിമ കാണാൻ അന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ പടം പൊട്ടി, തിയേറ്ററിൽ കാണാൻ ആരുമില്ല എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട അദ്ദേഹം തിയേറ്ററിൽ തലകറങ്ങി വീണു. പക്ഷേ സെക്കൻഡ് ഷോ ആയപ്പോഴേക്കും ആളുകൾ കൂടി.